ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആയുഷ് ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഉദുമ നിയോജക മണ്ഡലം തല യാത്ര പാലക്കുന്നിൽ നിന്നും പ്രയാണം തുടങ്ങി. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. രാജേന്ദ്രൻ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. ഒപ്പുശേഖരണം കൂടി നടത്തിയാണ് യാത്രയുടെ പര്യടനം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും ചേർന്ന് നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി നടത്തുന്ന പ്രത്യേക ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിനാണ് ആയുഷ് ഹെൽത്തി കേരള. ഇതിന്റെ ഭാഗമായുള്ള ഉദുമ നിയോജക മണ്ഡലം സന്ദേശ പ്രചരണ യാത്രയാണ് വ്യാഴാഴ്ച രാവിലെ പാലക്കുന്നിൽ നിന്നും പ്രയാണം ആരംഭിച്ചത്. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. രാജേന്ദ്രൻ യാത്രാപ്രയാണം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ പരിപാടിയാണ് നടക്കുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ വലിയ നേട്ടമാണ് നമ്മുടെ സംസ്ഥാനം വഹിച്ചിരിക്കുന്നത്. ലോകത്തെ തന്നെ മറികടക്കുന്ന രീതിയിൽ, വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം. അതിലേറ്റവും പ്രധാനം നമുക്കറിയാം ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ താഴെ നമ്മൾ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഒക്കെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ, പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ വളരെ വളരെ വലുതാണ്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം CK വേണു അധ്യക്ഷനായി. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ മകൾ ടീച്ചർ, K രാജകല, സൗറ ഉബൈദ്, അമ്മണി ടീച്ചർ എന്നിവരും ഡോക്ടർ P രതീഷ്, ഡോക്ടർ ശ്രീനിഷ്, ഡോക്ടർ ശ്രുതി, ഡോക്ടർ അനുശ്രീ എന്നിവരും സംസാരിച്ചു. പള്ളിക്കര CMO GHD ഡോക്ടർ സൈറ ജോൺ സ്വാഗതവും ഡോക്ടർ KV അശ്വിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് യോഗ പ്രദർശനവും നടത്തി. നല്ല ഭക്ഷണം, ചിട്ടയായ ജീവിത രീതി, മതിയായ ഉറക്കം, പിരിമുറുക്കമില്ലാത്ത മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഈ പ്രചാരണ പരിപാടിയുടെ അടിസ്ഥാന ലക്ഷ്യം. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഹോമിയോപ്പതി ചികിത്സയും പ്രകൃതി ചികിത്സയും യോഗയും സമന്വയിപ്പിച്ചുകൊണ്ട് കാലത്തിണങ്ങുന്ന രീതിയിൽ ആയുഷ്മാൻ ഭവ എന്ന പദ്ധതിയും ലഹരിക്കടിമയായവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന പുനർജനി പദ്ധതിയും ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. കൂടാതെ സീതാലയം എന്ന പദ്ധതിയിലൂടെ സ്ത്രീകൾക്കും സദ്ഗമയ എന്ന പദ്ധതിയിലൂടെ കുട്ടികൾക്കും പ്രത്യേക ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള സൗജന്യ ചികിത്സകളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം പകർന്നു നൽകുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയുള്ളതാണ് ആയുഷ് വകുപ്പിൻ്റെ ഹെൽത്തി കേരള ക്യാമ്പയിൻ. ന്യൂസ് ബ്യൂറോ, ഉദുമ.